ഇന്ന് ജംഷീർ എന്ന മിന്നുവിൻ്റെ നിക്കാഹാണ്. മിന്നുവിനെ പലരും മറന്നു കാണും. 16 വർഷം മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒരു വാർഡിൽ സ്വന്തം മാതാവ് ഉപേക്ഷിച്ചു പോയ 2 പെൺകുട്ടികളിൽ ഒരാളാണ് മിന്നു. അന്ന് പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. സഹോദരി പൊന്നു 2 വർഷം മുൻപ് വിവാഹിതയായി. ഇന്ന് വൈകിട്ട് 4:30 കിണാശ്ശേരി റോഡ് ഗാർഡൻ ഓഡിറ്റോറിയത്തിലാണ് നിക്കാഹ്. ഉമ്മ ഉപേക്ഷിച്ചതിന് ശേഷം സംരക്ഷണം ഏറ്റെടുത്ത കിണാശ്ശേരി യത്തീംഖാനയിലെ മാനേജർ MP അഹമ്മദ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ പേർക്കായി പ്രാർത്ഥിച്ച് വിവാഹ ജീവിതത്തിലേക്ക് മിന്നു പ്രവേശിക്കും. 2007 സെപ്റ്റംബർ 28 വെള്ളിയാഴ്ച രാത്രിയാണ് 2.5 വയസ്സുകാരി മിന്നു എന്ന് വിളിക്കുന്ന ജംഷീറയും സഹോദരി പൊന്നു എന്ന് വിളിക്കുന്ന 4.5 വയസ്സുകാരി ജംഷീനയും അനാഥരായത്. മാതാവ് നസീറ 2 മക്കളെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപേക്ഷിച്ച് സ്ഥലം വിടുകയായിരുന്നു. ചികിത്സയിൽ കഴിയുന്ന സുഹൃത്ത് സിന്ധുവിനെ കാണാനാണ് നസീറ മക്കളെയും കൂട്ടി ആശുപത്രിയിലെത്തിയത്. സന്ധ്യയായപ്പോൾ ഭക്ഷണം വാങ്ങി വരാമെന്ന് പറഞ്ഞ് മക്കളെ വാർഡിൽ നിർത്തി നസീറ പോയി. അവൾ പിന്നെ വന്നില്ല. രാത്രി മെഡിക്കൽ കോളേജ് പോലീസ് ഏറെ പണിപ്പെട്ട് നസീറയുടെ ബന്ധുക്കളെ കണ്ടെത്തിയെങ്കിലും അവർക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. ഇതൊന്നും അറിയാതെ മിന്നുവും പൊന്നുവും പോലീസ് നൽകിയ ഭക്ഷണം കഴിച്ച് ഉമ്മയെ അന്വേഷിച്ച് കരഞ്ഞ് തളർന്നുറങ്ങി. പിന്നെ 2 കുട്ടികളുടെയും സംരക്ഷണം കിണാശ്ശേരി യത്തീംഖാന ഏറ്റെടുത്തു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ജംഷീനയും ജംഷീറയും യത്തീംഖാനയാണ് ഞങ്ങളുടെ വീടെന്ന് മനസ്സുറപ്പിച്ചു. അങ്ങനെ അവർ അവിടെ പഠിച്ചു വളർന്നു. നിക്കാഹ് ചടങ്ങിൽ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ കാർമ്മികത്വം വഹിക്കും. ഇരുവേറ്റയിലെ പാറമൽ സ്വദേശി അബ്ദുൽ നാസറിൻ്റെ മകൻ സൽമാൻ ഫൈസലാണ് വരൻ. രാത്രി 9 മണി വരെ സുഹൃത്ത് സൽക്കാരം ക്രമീകരിച്ചിട്ടുണ്ട്.